ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. ഒരു പാർക്കിംഗ് യാർഡിൽ 98 കാർസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് രണ്ട് പേരിൽ ഓടിച്ചു വന്ന് 2 ബൈക്കും കൂടി ഇതിൽ പാർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ കാറിൻ്റെ നമ്പർ എത്രയാണ്? അരുൺ 100, തെറ്റ്. ആരതി 101, അതും തെറ്റ്. എന്താണ് ടോട്ടൽ കാറിൻ്റെ എണ്ണം? 98 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബൈക്കല്ലേ പാർക്ക് ചെയ്തത്. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ അബദ്ധങ്ങൾ വരുത്തുന്നത്. എന്താണ്, പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ചാടി വീണിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. ശ്രദ്ധിക്കണം. ആദ്യം ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം, എന്നിട്ട് ഉത്തരം പറയാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് CBSE മാത്സിൻ്റെ ക്ലാസ് 7-ലെ ചാപ്റ്റർ 3 ഡാറ്റ ഹാൻഡ്ലിംഗ്, അതിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ എന്താ സെൻട്രൽ ടെൻഡൻസി, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എന്നാൽ അതിൽ സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് കണ്ടു, പിന്നെ മോഡ് എന്താണെന്ന് കണ്ടു. മൂന്നാമത് ഇനി കാണാൻ പോകുന്നത് മീഡിയനാണ്. വളരെ ഈസിയാണ്, നോക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിലിൽ കിടക്കുന്നത്. എല്ലാവർക്കും നമ്മൾ റോഡിലേക്ക് പോകുമ്പോൾ മീഡിയൻ നോക്കി പോകാമെന്നൊക്കെ പറയില്ലേ? അതായത് രണ്ട് റോഡിൻ്റെ നടുവിൽ മിഡിലായിട്ടുള്ളതിനാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ ഇത് ഏതാണ്ട് അർത്ഥം തന്നെ. ഒരു ഡാറ്റ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നതിൻ്റെ മിഡിൽ ആയിട്ട് എന്തുവാണ്, അതാണ് മീഡിയൻ. അതെങ്ങനെ കണ്ടെത്തും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 1 5 7 8 13 ഇങ്ങനെ ഒരു ഗ്രൂപ്പ് 5 ഒബ്സർവേഷൻ ഉണ്ട്. ഈ 5 ഒബ്സർവേഷനിൽ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നോക്കുക? 5 ഒബ്സർവേഷനിൽ ഇത് 5 നമ്പറും കൂടി ആഡ് ചെയ്ത് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അരിത്തമെറ്റിക് മീൻ കിട്ടും അല്ലേ? മോഡ് എന്ന് പറയുമ്പോൾ ഇതിൽ മോഡ് എന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല, എല്ലാം ഓരോ നമ്പറാണ്. ചില നമ്പർ ഇപ്പോൾ 2 1 വെച്ചാൽ 1 മോഡ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഫ്രീക്വൻസി കൂടുതലുള്ളത് എടുക്കുന്നതിനാണ് മോഡ് എന്ന് പറയുന്നത്. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുവിലുള്ളത് എടുക്കുന്നത്. നടുവിലുള്ളത് എടുക്കുന്നത് എന്താണ്? ഒരു പ്രയാസമില്ല. ഇതിപ്പോൾ ഒരു ഓഡ് നമ്പറല്ലേ, 5 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഓഡല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ n/2, അതായത് എത്ര എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഒബ്സർവേഷൻ ഉണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2.5 അല്ലേ? അപ്പോൾ ഇതിൽ 2.5 എന്നുള്ളതിന് അതിനെ റൗണ്ട് ചെയ്യുക. 2.5ന് റൗണ്ട് ചെയ്യുമ്പോൾ 3 ഇത് കിട്ടും. അപ്പോൾ 3 തന്നെ തേർഡ് പ്ലേസിൽ എന്താണോ വാല്യൂ, ആ വാല്യൂ ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ മീഡിയൻ. ഇപ്പോൾ ഇവിടെ 1 2 3 തേർഡ് പൊസിഷനിൽ 7 ആണ്. അപ്പോൾ ഈ സെറ്റാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത്. മിഡിൽ കിടക്കുന്നുണ്ട്. മിഡിലിൻ്റെ ഇത് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. അസെൻഡിങ് ഓർഡർ എന്താ ഓർമ്മയുണ്ടോ? അസെൻഡിങ്, ഇത് ഡിസെൻഡിങ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെറുത് തൊട്ടിട്ട് വലുതാക്കി പോകുമ്പോഴാണ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ ആദ്യം എഴുതണം. ഇവിടെ ഇത് നോക്കൂ, 100 വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എടുത്തു. 100 9 500 7 4. അപ്പോൾ ഈ ഡാറ്റ പല വെറൈറ്റിയാണ്. ആദ്യം ഇതിനെ ഒന്നുമില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. രണ്ടായാലും കാര്യം നടക്കും. ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതാം, 4. പിന്നത്തെ 7 ഉണ്ട്, പിന്നെ 9 ഉണ്ട്, പിന്നെ 100 ഉണ്ട്, പിന്നെ 500 ഉണ്ട് അല്ലേ? ഇതല്ലേ അസെൻഡിങ് ഓർഡർ. 4 7 9 100 500. ഇനി എന്ത് വേണം? ഇനിയിപ്പോൾ 5 നമ്പേഴ്സല്ലേ ഉള്ളത്. അപ്പോൾ 5/2 കാണാം. അപ്പോൾ 2.5 റൗണ്ട് ചെയ്യുമ്പോൾ തേർഡ് പ്ലേസിൽ എന്താണോ അതാണ് മീഡിയൻ.
ഉണ്ടോ 7 9 9നേക്കാളും താഴെ 2 നമ്പറുണ്ട് 9നേക്കാളും മീതെ 2 നമ്പറുണ്ട്. അപ്പോൾ ആ മിഡിൽ വന്നു ഉണ്ടോ മീതയും താഴെയും ഈക്വൽ നമ്പറാണ് വരുന്നത്. അതാണ് മീഡിയൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. 500 100 9 7 4. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോഴും ടോട്ടൽ നമ്പർ 5 ആണല്ലോ. 5/2 2.5 2.5നെ റൗണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ തേർഡ് പ്ലേസിലെ 1 2 3 തേർഡ് പ്ലേസ് സെയിം. രണ്ടും ഒന്നല്ലേ? അതായത് നമുക്ക് ഇഷ്ടമാതിരി അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. മീഡിയൻ എപ്പോഴും ശരിയാവും. ഇനി എന്താ വേണ്ടത് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്താണ്? ഇനി കാണേണ്ടതാണ് ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ 2 20 45 9. ഇവിടെ 1 2 3 4 ഒബ്സർവേഷനാണ്. അപ്പോൾ ഇവിടെ 5 ഉണ്ടായിരുന്നു, അപ്പോൾ ഓഡാണ്. 4 ഒബ്സർവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും. 2 എടുത്ത് 2 കഴിഞ്ഞ 9 9 കഴിഞ്ഞ 20 20 കഴിഞ്ഞ 45. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി എന്ത് വേണം? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ n/2 എടുക്കുക. n/2 എടുക്കുമ്പോൾ എന്ത് വരും? 4 നമ്പേഴ്സല്ലേ ഉള്ളത്. 4/2 2 കിട്ടി. 2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മീതുള്ളത് നോക്കുക. 2 ഉണ്ട്, അത് കഴിഞ്ഞ് 3 അല്ലേ വരുന്നത്. അപ്പോൾ 2ഉം 3ഉം അതായത് മിഡിൽ ടേംസ് ഇത് രണ്ടും കൂടി എടുത്ത് 9ഉം 20 അല്ലേ ഇതിൻ്റെ മീൻ കാണും. അതായത് 20 + 9 29/2. അപ്പോൾ 1 2s are 2 പിന്നെ 9ൽ 4 2s are 8 ബാക്കി 1. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞത് 14.5. മിഡിൽ ടേംസിൻ്റെ ആവറേജ് എടുക്കുക. അങ്ങനെയാണ് ഈവൻ നമ്പർ വരുമ്പോൾ മീഡിയൻ കാണുന്നത്. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീന്, മോഡ്, മീഡിയൻ ഇത് മൂന്നും കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ചെറിയ നമ്പർ എടുക്കാം കേട്ടോ. 1 14 7 5 5 6 10. 1 2 3 4 5 6 7 ഒബ്സർവേഷൻസ് ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് മീൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒബ്സർവേഷൻസ് സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇവിടെ സം ഓഫ് ദ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ 14 + 1 15 + 7 22 27 32 38 48 അല്ലേ? അപ്പോൾ സം ഓഫ് ദ ഒബ്സർവേഷൻസ് 48 കിട്ടി. ഇനി എന്ത് വേണം? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഈ 48നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അരിത്തമാറ്റിക് മീൻ കിട്ടും. എത്രയാണ്? 48ലെ 42 42ന്ന് 48ലേക്കുള്ള ദൂരം 6 6/7 അരിത്തമാറ്റിക് മീൻ കിട്ടി. ഇനി മോഡ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതാണ് ഏത് ഒബ്സർവേഷനാണോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് ആ ഒബ്സർവേഷന് ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ളത്, അതാണ് നമുക്ക് മോഡ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലേ? ഏതാണ്? 5 2 5 ഉണ്ട്, ബാക്കിയെല്ലാം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അരിത്തമാറ്റിക് മീൻ ഇതാണെങ്കിൽ മോഡ് ഇതിൽ 5 ആണ്. കൂടുതൽ നമ്പർ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി മീഡിയൻ എന്താ നോക്കാം. മീഡിയൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ട? ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലേ? 1 കഴിഞ്ഞ 5 പിന്നെ ഒരു 5 പിന്നെ ഒരു 6 പിന്നെ 7 പിന്നെ 10 പിന്നെ 40 1 2 3 4 5 6 7 ഒബ്സർവേഷൻസ് ആർ ദെയർ അല്ലേ? അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഇട്ടു. ഇനി എന്ത് വേണം? ആ 7 എന്നുള്ളതിൻ്റെ ഹാഫ് എടുക്കുക. 7/2 എന്താ വരിക? 3.5 എന്ന് പറയുമ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് 4 ആക്കുക.
അപ്പോൾ 4th പ്ലേസിൽ കിടക്കുന്നത് എന്താണോ അതാണ് മീഡിയൻ. 1, 2, 3, 4. ഇതിൽ 6 ആണ് മീഡിയൻ. 6ൻ്റെ താഴെ 3 നമ്പറുണ്ട്, 6ൻ്റെ മീതെ 3 നമ്പറുണ്ട്. വെരി സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ ഓരോ ഈ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതോടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടുള്ളൂ. നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ കൊണ്ട് കാര്യം കഴിയില്ല. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അപ്പോഴേ നമുക്ക് തലയുടെ ഉള്ളിൽ കാര്യങ്ങൾ തെളിയുള്ളൂ അല്ലേ? എന്താണ് എന്നെ ചൊല്ലുള്ളത്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നമ്മളൊക്കെ പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ശ്രമിക്കാനേ പറ്റുള്ളൂ കേട്ടോ. പെർഫെക്റ്റ് ഒന്നും ആവേണ്ട കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിനെന്ത് വേണം? ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും കൂട്ടുകാരുടെ ഇതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കിനി നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.